അപ്പോൾ ഗൈസ് രാവിലെ തന്നെ പി സിയിൽ എഡിറ്റിംഗ് പേജ് ഇടാൻ വേണ്ടി ഒരു സാധനം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം കളിച്ചത്. പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകണം. ബൈ ദ ബൈ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. പിന്നെ ഗൈസ് നമ്മൾ നടന്ന് എളമണ്ണൂരെത്തി. പിന്നെ ഈ കൂട്ടുകാരൻ എവിടെ ചെന്നാലും വെള്ളം വേണം. പിന്നെ ഗൈസ് അവിടുന്ന് നമ്മൾ പത്തനാപുരം എത്തി. ഇനി ഇവിടുന്ന് നേരെ പത്തനംതിട്ടയിലോട്ട് പോകണം. പിന്നെ ഗൈസ് അവിടുന്ന് പ്രൈവറ്റ് വണ്ടി തന്നെ ഓഫ് ടു പത്തനംതിട്ട. പിന്നെ ഗൈസ് വേനാടിൻ്റെ വണ്ടി കൊണ്ട് സ്വന്തം ഗ്യാരേജിൽ എണ്ണ അടിക്കാൻ കയറിയത്. അവിടെ നമ്മൾ നല്ല മനോഹരമായ പത്തനംതിട്ട പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി. വന്നപ്പോൾ തന്നെ ഒരു ഷാർജ് അടിച്ച്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ വീട്. അവിടെ വന്നപ്പോൾ തന്നെ ആദ്യം നമ്മൾ ഫുഡ് അടി തുടങ്ങി. അതാണല്ലോ മെയിൻ. പിന്നെ ഞങ്ങൾ പയ്യന്മാരായിട്ട് ചില്ലടിച്ചെങ്കിൽ ഇരുന്ന് വൈകിട്ട് നടക്കാനെങ്കിൽ കുറച്ച് ആടിനെ കണ്ട് പിന്നെ അതിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവിടെ നല്ല പായസം കിട്ടി. പിന്നെ അതും കുടിച്ച് ഞങ്ങൾ വൈകിട്ടായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പത്തനംതിട്ടയിലോട്ട് പോവുക. അവിടുന്ന് ബെറ്റ് വെച്ച് എൻ്റെ ജേഴ്സി വാങ്ങിക്കാൻ പോകുന്ന പോക്കായത്. പിന്നെ ഞാൻ വെറുതെ ആ കടയുടെ സൈഡിലും ചാരി ഇരുന്നേ, മൊത്തം ഗ്രീസായി. എൻ്റെ മാത്രമല്ല കൂട്ടേൻ്റെ ഇതായപ്പോഴേക്കും എനിക്ക് സമാനമായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലോട്ട് വന്ന്. പക്ഷേ അവിടെ അടൂർ വണ്ടി കിട്ടിയില്ല. അവിടെ പിന്നെയും പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട്. പിന്നെ സന്ധ്യ ആയപ്പോഴേക്ക് അടൂരെത്തി. അവിടുന്ന് ബാംഗ്ലൂർ ജ്യൂസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ അടൂരിലെ ബ്രാഞ്ചിലോട്ട് വിട്ട്. ഓർഡർ ചെയ്തെല്ലാം വെറൈറ്റി ഒന്നും പറഞ്ഞിരുന്നു. പക്ഷേ വന്നപ്പോൾ അറിയുന്ന എല്ലാം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ സാധനം. പിന്നെ അവിടെ ഞങ്ങൾ കീമ ഫ്രൈസും ചീസ് ചില്ലി ഫ്രൈസും മെക്സിക്കൻ ഫ്രൈസും പിന്നെ ചോക്ലേറ്റ് ഫഡ്ജുമാണ് കഴിച്ചത്. എല്ലാതും ട്രൈ നോക്കണമല്ലോ. പിന്നെ രാത്രി നമ്മൾ എളമണ്ണൂരെത്തി. ഇപ്പോൾ അവിടുന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശരി, ഇനി അടുത്തുള്ള പോയി കാണാം.